ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ റമ്പാച്ചൻ, ശ്രേഷ്ഠ വൈദികരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെയും മാമോദിസായുടെയും പെരുന്നാളുകൾ ആഘോഷിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ച, യോഹാനോൻ മാബ്ദാനയുടെ പുകഴ്ച, സ്തേഫാനോ സഹദായുടെ പുകഴ്ച, സഭയിലെ പിതാക്കന്മാരായ വലിയ ഗീവർഗീസിയും ബാവ തുടങ്ങിയ പിതാക്കന്മാരുടെ ഓർമ്മ, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നാം നമ്മുടെ ആരാധന ചക്രം തിരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. 2 ദിവസം കൂടി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിത്തുകൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പെരുന്നാൾ നടത്തുന്ന സമയം കൂടിയാണ്. കർത്താവിൻ്റെ ധനഹായുടെ ശേഷം, മാമോദിസയുടെ ശേഷം നടക്കുന്ന 1-2 കാര്യങ്ങൾ ആണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയങ്ങളായി നാം കാണുന്നത്. ഒന്ന്, തൻ്റെ പരസ്യാവതാര ശുശ്രൂഷയിൽ കർത്താവ് വളരെ ദീർഘമായ ചില പ്രസംഗങ്ങൾ നടത്തുന്നതാണ്. ഒന്ന്, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ വളരെ ഭംഗിയായി നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യാവതാര ശുശ്രൂഷയിൽ ആരംഭിക്കുന്നു. പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായി നാം അവിടെ കാണുന്നത്, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. So the content of the sermon of our Lord Jesus Christ is to repent, turn to God എന്നുള്ളതാണ്. അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ധനഹാപ്പെരുന്നാളിൽ മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പ്രവചന പൂർത്തീകരണം എന്ന രീതിയിൽ കർത്താവിനെ നാം കണ്ടുവെങ്കിൽ, തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുനഃക്രമീകരണത്തിൻ്റെ നാളുകളായിട്ടാണ് നമ്മുടെ ഈ ആരാധന ചക്രത്തിൽ നാം കാണുന്നത്. ഒരു വിശുദ്ധീകരണ പ്രക്രിയ നമ്മിലുണ്ടാകണം എന്നുള്ളത് ഈ വേദഭാഗങ്ങൾ, ഈ ദിവസങ്ങളിലെ വേദഭാഗങ്ങൾ പ്രത്യേകമായി പറയുകയാണ്. നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾക്ക് മാറ്റമുണ്ടാകണം. ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം കണ്ടെത്താതെ മറ്റൊരാൾ ആര് എന്ന് തിരക്കുവാനായിട്ട് നാം പോകരുത്. ഒരു സ്വയ വിശദീകരണം, ഒരു സ്വയ വിശകലനം, സെൽഫ് എക്സാമിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ ക്രിസ്ത്യാനികളായി നമുക്ക് ഇടയാകണം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആര് എന്നതിനപ്പുറമായി മറ്റൊരാൾ എങ്ങനെയിരിക്കുന്നു എന്ന് പരതി നടക്കുന്നതായ ആളുകളുടെ കൂട്ടമാണ് ഇപ്പോഴുള്ളത്. വേറെ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. സ്വയ വിശകലനത്തെ മാറ്റിവെച്ചിട്ട് മറ്റൊരാളെക്കുറിച്ച് കൂടുതൽ വിശകലനം നടത്തുവാനായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് ഇവിടെ വളരെ ശക്തമായി പറയുന്നു, യു റിപ്പന്റ് യുവർസെൽഫ്, മാനസാന്തരത്തിൻ്റെ ഫലത്തെ നീ പുറപ്പെടുവിക്കുക എന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ അവകാശം നിനക്ക് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ, നീ ദൈവരാജ്യത്തിൽ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. മറ്റൊരാളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നീ ശ്രമിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് റിപ്പന്റ് യുവർസെൽഫ്, യുവർസെൽഫ് റിപ്പന്റ്. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതക്രമത്തെക്കുറിച്ച്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച് ഒരു ഗഹനമായ ചിന്ത ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നാം നമ്മെ തന്നെ കറക്ഷന് വിധേയമാക്കണം. മറ്റുള്ളവരെ കറക്ഷന് വിധേയമാക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരമായി നമ്മെ തന്നെ നാം ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് അവർസെൽഫ്, then only we can make a change of our attitude to others. മറ്റുള്ളവരെ കുറിച്ച്, about others, മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. Then only we can
മേക്ക് എ ക്ലിയർ പിക്ചർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തെക്കുറിച്ചും ശരിയായ ഒരു കാര്യം അപഗ്രഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും കറക്ഷൻ ആവശ്യമാണ്. ദെൻ ഓൺലി വി ക്യാൻ. അതിനുശേഷമേ കർത്താവിനെ കുറിച്ചും കൂടി ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യാവതാര ശുശ്രൂഷയിൽ ആദ്യമായി തൻ്റെ വചനങ്ങളിലൂടെ നൽകുന്നതായ പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങളെ കറക്റ്റ് ചെയ്യുക, അതിനുശേഷം മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുക, ദെൻ യു ക്യാൻ അപ്രോച്ച് മീ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിന്നോടുണ്ടെങ്കിൽ നീ ആദ്യം പോയി അവരോട് നേർന്നിട്ട് വന്ന് വഴിപാടർപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്നതിലേക്ക് ധനഹാപ്പെരുന്നാൾ ശുശ്രൂഷയിലൂടെ കടന്നുപോയി ഇനി പരിശുദ്ധ 3 നോമ്പിലേക്കും വലിയ നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളൊരു ഒരുക്കത്തിൻ്റെ മക്കളായി മാറുക. നമ്മെക്കുറിച്ച് തന്നെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന ഒരുക്കത്തിൻ്റെ മക്കളായി മാറുക. ഇന്ന് മറ്റുള്ളവരുടെ കറക്ഷന് വേണ്ടി പോകുന്നവരാരും കറക്റ്റ് അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയാകണം. രണ്ടാമത് കർത്താവ് ചെയ്യുന്ന കാര്യം, തനിക്ക് ഹിതകരമായ രീതിയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഉപയോഗപ്രദമെന്ന് കരുതുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചു കാണും. പരിശുദ്ധനായ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. യൂഹാനൻ മാബ്ദാനോടൊപ്പം 2 പേര് നിന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് വരുന്നത് കണ്ടിട്ട് യൂഹാനൻ മാബ്ദാനെ പറയുകയാണ്, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹിയർ ഈസ് എ സാക്രിഫിഷ്യൽ ലാംബ് ഓഫ് ഗോഡ്. യാഗമാകാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാകുന്നു എന്ന് ഉറച്ച സാക്ഷ്യം പറയുമ്പോൾ പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ്റെ കൂടെ നിന്ന 2 പേര് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. യോഹന്നാൻ തൻ്റെ കൂടെ നിന്നവരെ ഉദ്ദീപിപ്പിച്ച്, അതാണല്ലോ യോഹന്നാൻ കർത്താവിന് വേണ്ട വഴി ഒരുക്കിയവൻ എന്ന് വിളിക്കുന്നത്. കൂടെ നിന്നവരെ ഉദ്ദീപിപ്പിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന് 2 പേര് കർത്താവിൻ്റെ അടുത്ത് വന്ന് നീ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു. കർത്താവിൻ്റെ മറുപടിയും പ്രസക്തമാണ്. ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നും പറയാനായിട്ട് പോയില്ല. കർത്താവ് ഒരു നല്ല അവസരത്തിനൊത്ത് കൃത്യമായ മറുപടികൾ നൽകുന്ന കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ജസ്റ്റ് കം ആൻഡ് സീ, നീ വന്ന് കാണുക. അത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രസംഗിച്ച് ഞാൻ ഇന്നതാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ജസ്റ്റ് ചെക്ക് വാട്ട് ഐ ആം, പ്രോപ്പറായി ചെക്ക് ചെയ്യുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ നല്ലതുപോലെ എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ കൂടെ വരിക എന്നുള്ള അർത്ഥമാണ്. ആദ്യമായി പോയ ശിഷ്യൻ അന്ത്രയോസ് ആകുന്നുവെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസ് കർത്താവിൻ്റെ ശിഷ്യനായി മാറുകയാണ്. കർത്താവിൻ്റെ ശിഷ്യനായി മാറി കഴിഞ്ഞപ്പോൾ അന്ത്രയോസ് ഉടൻ തൻ്റെ സഹോദരനായ ശീമോനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഓരോരുത്തരെയും കണ്ട് നല്ലതുപോലെ വിശകലനം ചെയ്ത് കർത്താവ് അവരെ സ്വീകരിക്കുകയാണ്. ഓരോരുത്തരുടെ നിയോഗങ്ങൾ എന്തെന്നും സ്വഭാവവിശേഷങ്ങൾ എന്തെന്നും കൃത്യമായി മനസ്സിലാക്കിയാണ് കർത്താവ് ഓരോരുത്തരെയും സ്വീകരിക്കുന്നത്. ശീമോൻ അടുത്ത് വന്നപ്പോൾ, നീ യവനാന്റെ മകനായ ശീമോനാകുന്നു, നീ ഇനി കീപ്പ എന്ന് വിളിക്കപ്പെടും എന്നുള്ളത് പറയുന്നു. അത് പത്രോസ്ലീഹ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു പറയുന്നതിന് മുമ്പ് നടന്ന സംഭവമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ കീപ്പ എന്ന് വിളിക്കപ്പെടും. പാറ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും. ശീമോനെ മാറ്റി പത്രോസ് ആക്കി മാറ്റുന്ന ഒരു കർത്താവാണ്. അവിടെയാണ് രൂപാന്തരം, അവിടെയാണ് മാനസാന്തരം, അവിടെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ വിളിയിലെ തെരഞ്ഞെടുപ്പിലെ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണിത്. നമുക്ക് നഷ്ടമായി പോയിരിക്കുന്നതും ഇത് തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വിശുദ്ധീകരണ പ്രക്രിയ ഇല്ലാതെ പോകുന്നു. ആളിനെ മനസ്സിലാക്കുവാനായിട്ട് വിവേചിച്ചറിയുവാനായിട്ട് പറ്റാതെ പോകുന്നു. അത് സഭയിലെ മൂല്യച്യുതിയിലേക്കും സഭയെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദൈവവിളി ഉണ്ടാകണം, സഭ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവ് വഴി നടത്തണം.
ഈ പ്രക്രിയകളിലൂടെ കടന്നുപോയില്ല എങ്കിൽ സ്ലീഹന്മാരായി മാറുവാനായിട്ട് നമുക്ക് സാധ്യമാവുകയില്ല. 12 പേർ മാത്രമല്ല സ്ലീഹന്മാർ. കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് മരണം പ്രശ്നമുണ്ടാക്കി എന്നത് നാം കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല. പിന്നെയോ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദിനം പ്രതിയുള്ള വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ, സെൽഫ് എക്സാമിനേഷനിലൂടെ, സ്വയം വിശകലനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയാകണം. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു സ്വയവിശകലന വിശുദ്ധീകരണ പ്രക്രിയ സ്ഥിരമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.